Hello, good evening, everybody. Good evening, Varun. Yeah, I'll just switch on my video. Please. You can see me now? Yeah, I see you now. It is audible as well. Okay, very good. We are waiting for the collector's response. He was a bit busy, as you might be knowing. Pathanamthitta is one of the districts that is in the center of our discussion. So the collector is also pretty engaged over there. He has committed to us that he will be coming and taking part in the webinar to talk to the job aspirants and students over there in his district. Okay. Let me just check with my colleagues if what is his feedback. If he is late by 20 minutes, we will begin. In the meantime, when the collector joins, we can just listen to him, right? Sure, no problem. Yeah. Srijit, Rahul. Yeah, here. പിന്നെ നൂസാർ എപ്പോ വരുമോ വരാറായോ സാറവിടെ തിരിച്ച് ഓൺ ദ വേ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു സാർ ജോയിൻ ചെയ്തോളാം തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതോ വെയിറ്റ് ചെയ്യണോ തുടങ്ങാം സാർ തുടങ്ങാം മിസ്റ്റർ വരുൺ Yes. We will be proceeding with the session as it is not fair from our part to keep the attendees waiting for a long time. So we will begin with your session, and once the collector joins us, we will give him the space to address and leave us because otherwise he must be having lot of unfinished things in his diary. So whenever he comes, we will just let him speak to the job aspirants and students. So now I'm just about will be giving an introduction about you to the attendees. It will be in our native language. Kindly excuse. No problem. So whenever you all switch on and it's my turn, just let me know in English. Yeah, definitely. I will. Thank you. പത്തനംതിട്ടയിലെ പ്രിയങ്കരായ വിദ്യാർത്ഥികളെ ജോബ് ആസ്പിരൻസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മള് വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള പുതിയ മാർഗങ്ങൾ ടെക്നോളജി ഓഫർ ചെയ്യുന്ന പുതിയ മാർഗത്തിലൂടെ കൂടി കാണേണ്ടി വരുന്നതും നമ്മുടെ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും നല്ല നാളെക്കുറിച്ചും നമ്മളുടെ നല്ല നാളെക്കുറിച്ചും അതിനുള്ള അവസരങ്ങൾ തേടുന്നതിന് ഇത്തരത്തിലുള്ള ഓൺലൈൻ മീഡിയയെ ആശ്രയിക്കേണ്ടി വന്നതൊക്കെ ലോകത്തിലെല്ലാവരും പൊതുജീവിതം തീർത്തും സാധ്യമല്ലാതെ കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരിയുടെ ഒരു കടുത്ത ആക്രമണത്തെ തുടർന്ന് മിക്കവാറും ലോകരാജ്യങ്ങളെല്ലാം ഇതിനെ ഈ പ്രതിസന്ധി എങ്ങനെ നേരിടണം എന്ന് ഇപ്പോഴും അറിയാതെ നെട്ടോട്ടം പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. പ്രത്യേകിച്ച് ഈ സാഹചര്യം ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു മേഖല വിദ്യാഭ്യാസ മേഖലയും തൊഴിൽ മേഖലയുമാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ലോകമെമ്പാടും വളരെ വലിയ ഒരു നമ്പർ പ്രൊഫഷണൽസിന് മറ്റ് തൊഴിൽ മേഖലയിലുള്ളവർക്കും ഒക്കെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകാം. അതല്ലെങ്കിൽ ടെമ്പററി ആയിട്ടെങ്കിലും തൊഴിൽ ഹോൾഡിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവാം. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ഒരു സാധാരണ മലയാളിയെ വിശേഷിപ്പിക്കുന്നത് വിശ്വപൗരനാണ്. അതായത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ട് പ്രൊഫഷണലുകളിൽ ഏർപ്പെട്ട് വിവിധ വ്യവസായങ്ങളിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുകയും കേരളത്തിനെ ഈ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിന് സഹായിക്കുകയും ചെയ്യുന്ന വളരെ പ്രതിബദ്ധ ബോധമുള്ള സാമൂഹിക ബോധമുള്ള ഒരു പൗര സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെമ്പാടും ഉണ്ടാകുന്ന തൊഴിൽ രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മളെ ഒരു വലിയ പരിധിവരെ ബാധിക്കാൻ തന്നെയാണ് സാധ്യത. ഇപ്പോ ഏറ്റവും പുതിയതായി വരുന്ന വിവരമനുസരിച്ച് 5,50,000 പ്രവാസികളെ നമുക്ക് തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നും
മറ്റ് ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്നവർക്ക് നമുക്ക് റീസ്കിൽ ചെയ്യുന്നവരെ ഇവിടെ തന്നെ പലരെയും തൊഴിൽ മേഖലയിൽ വിന്യസിക്കേണ്ടി വരും. യൂറോപ്പിൽ നിന്നോ മറ്റു പാശ്ചാത്യ നാടുകളിൽ നിന്നോ ഒക്കെ വരുന്നവര് കുറെ അധികം എക്സ്പീരിയൻസും സ്കില്ലും വർക്ക് കൾച്ചറും ഉള്ളതായതുകൊണ്ട് അവര് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യം വളരെ നല്ലതായതുകൊണ്ടും അവർ തിരിച്ചു പോയില്ല എങ്കിൽ ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ ജോബ് പ്രോസ്പെക്ട് ഉണ്ടാവുകയും അത് ഫ്രഷ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയും വിദ്യാർത്ഥികളുടെയും കോമ്പിറ്റൻസിയെ സാധ്യതകളെ കുറച്ചുകൂടി താഴേക്ക് കൊണ്ടുവരാനും വഴിവെക്കും. ഈ സാഹചര്യത്തിൽ വിവിധ മേഖലകളിലുള്ള തൊഴിലവസരങ്ങളെ സംബന്ധിച്ച് ആ തൊഴിലവസരങ്ങൾ കൈപ്പിടിയിലാക്കാൻ നമ്മൾ കൈവരിക്കേണ്ട സ്കില്ലുകൾ, നൈപുണ്യങ്ങൾ, അധിക നൈപുണ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് പത്തനംതിട്ട ജില്ലയിലെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ളവരുമായി സംവദിക്കുന്നതിനാണ് ഇങ്ങനെ അസാപ്പ് ഒരു വേദി ഒരുക്കുന്നത്. അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലൂടെ ഇതിനകം തന്നെ ഉദ്യോഗാർത്ഥികളെയും വിദ്യാർത്ഥികൾക്കുമുള്ള സഹായ സഹകരണങ്ങൾ നടപടികൾ അതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കുന്നന്താനത്ത് നമുക്കൊരു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഉണ്ട്. അത് ഞങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് സഹസ്ര എന്ന് പറയുന്ന നോയിഡയിൽ നിന്നുള്ള ഇലക്ട്രോണിക് രംഗത്തെ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു വ്യവസായവുമായി ചേർന്നിട്ടാണ്. ആ വ്യവസായ ഗ്രൂപ്പിൽ നിന്നുള്ള അവരുടെ ഡയറക്ടർ ആയിട്ടുള്ള ശ്രീ വരുൺ മെൻവാനിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അല്പസമയത്തിന് ശേഷം ബഹുമാനപ്പെട്ട കളക്ടർ നൂഹ് സാർ നമ്മളോടൊപ്പം ചേരുന്നതാണ്. പിന്നീട് തുടർന്നും മിസ്റ്റർ വരുൺ മെൻവാനി നമ്മളോട് ഈ രംഗത്തെ തൊഴിൽ സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നതാണ്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വ്യവസായ പ്രമുഖര്, കൂടുതൽ സാംസ്കാരിക പ്രവർത്തകര്, സാമൂഹിക നേതാക്കളൊക്കെ ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളോട് സംവദിക്കുകയും വിവിധ മേഖലയിലുള്ള തൊഴിൽ സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്യും. ഇപ്പോ ശ്രീ വരുൺ മെൻവാനി സംസാരിക്കാൻ തുടങ്ങുന്നതാണ്. Varun, I have given an introduction about you, the Community Skill Park, and also the relevance about having this webinar. You can just, now you can start speaking. Right. Okay, good afternoon to everybody. First of all, thank you, Mr. Vinod, for inviting me for this webinar. And thank you to all for participating as attendees. First of all, before we actually begin, I would want to, show my appreciation for the state of Kerala for the tremendous job Kerala, in terms of the government and the people of Kerala, have done to show and make Kerala as a model state during this COVID-19 situation, where Kerala has been the best respondent in almost amongst all the states in India, initially with very high numbers, but then very quickly covering the situation. Varun, can I interfere? Yes, sir. Collector, respected collector is over there. Can we just ask, give collector the mic? Sure, absolutely, no problem. Yeah. Rahul. Logo collector. Varun, collector is just getting ready. He's already logged in. Will join us. No problem. It's he can continue and I can join after that. Yeah.
Yes. Good afternoon, sir. Good evening, everyone. I hope I'm audible to all of you. Yeah, you are audible, sir, now. Yes. Can only introduce you, sir? Yeah. Sir, myself, Vinod, ASAPിന്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് വിഭാഗം മേധാവിയാണ്. ബിസിനസ് ഡെവലപ്മെന്റ് വിഭാഗവും ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. We have the operating partner for community skill park at Kunnandanam, Mr. Varun Menwani. നമ്മള് കുറച്ചധികം ആൾക്കാർ അറ്റൻഡീസ് ആയിട്ടും ഓൾറെഡി പിന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തത് ഈ ഉദ്യോഗാർത്ഥികളോടും വിദ്യാർത്ഥികളോടും നമുക്ക് പുതിയ സാഹചര്യത്തിൽ തൊഴിൽ രംഗത്തുണ്ടാകുന്ന ചലഞ്ചസിനെ കുറിച്ചും ഈ പുതിയ അവസരങ്ങൾ, പുതിയ സാഹചര്യത്തിൽ ഉണ്ടായി വരുന്ന അവസരങ്ങൾ കൈപ്പിടിയിലാക്കാൻ അവര് ഏതെല്ലാം തരത്തിലുള്ള സ്കില്ലുകളാണ് അഡീഷണൽ ആയിട്ട് അക്വയർ ചെയ്യേണ്ടി വരിക, ഏതെല്ലാം മേഖലകളാണ് പുതിയ തൊഴിൽ ഉണ്ടായി വരിക. അപ്പോ പൊതുവെ ഈ യുവാക്കൾക്ക് അഡീഷണൽ സ്കില്ല് വേണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഒരു അവയർനെസ് നന്നായിട്ടില്ല. അപ്പൊ ഈ ലോക്ക്ഡൌൺ കാലം അവർക്ക് ഒരു അഡീഷണൽ സ്കില്ല് കൂടി അക്വയർ ചെയ്താലേ നല്ല കരിയർ പ്രോഗ്രഷനുള്ള തലത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ എന്ന് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ കൂടിയാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇന്ന് സാറ് സെഷൻ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ തൊഴിൽ മേഖലയിലെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ജില്ലയിലെ ഉദ്യോഗാർത്ഥികളോടും വിദ്യാർത്ഥികളോടും അതാത് മേഖലയിലെ സാധ്യതകളെ കുറിച്ച്, ആ സാധ്യതകൾ അവൈൽ ചെയ്യുന്നതിന് വേണ്ടി അവര് ആർജിക്കേണ്ട അഡീഷണൽ സ്കിൽസ് എന്നതിനെ കുറിച്ചൊക്കെ സംവദിക്കാനായിട്ട് വരും. അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഈ കാലഘട്ടം ഉപയോഗിക്കാമെന്നാണ്. അതിനുശേഷം ഇപ്പോ സാറിന് 10 മിനിറ്റ് അവരോട് സംസാരിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട 3, 4, 5 ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് അതിരിക്കാം. അതല്ലെങ്കിൽ മിസ്റ്റർ മെൻവാനി ബാക്കി സെഷൻ കൈകാര്യം ചെയ്യും. In any case, we would like to congratulate you for leading us from the front in fighting the COVID. We are very proud of you because you were one of the inspiration for the entire state in effectively containing the spread of the coronavirus. And there is a special terminology also which is very closely related to your name, like the route map. So such things were actually made popular by you, sir. We are very proud of you. Now over to you, sir, to address the job aspirants and education students. You are Mr. Rahul, right? Vinod. Okay. Thank you, Vinod. Thank you so much for the introduction. And welcome, Mr. Varun Menwani, to this program. I think the majority of the students would like to talk in Malayalam, I guess. So probably I'll talk to them in Malayalam for some time and we'll get back to you. Right. ഇതില് ആദ്യമായിട്ട് ഇതിൽ എത്ര കുട്ടികൾ ഉണ്ടാകും ഇപ്പൊ ലോഗിൻ ചെയ്തിരിക്കുന്നത്? More than 100 students. So എനിക്ക് I'm not able to see you guys, but still, I hope that all of you are able to hear me. ഇതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. ഒന്ന്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളുടെ അസാപ്പിന്റെമായി ബന്ധപ്പെട്ട ഓഫീസേഴ്സ് വരുമ്പോൾ സംസാരിക്കാറുള്ള ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമുക്ക് ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത, നിങ്ങൾ പഠിക്കുന്നത് ഏത് കോഴ്സ് ആണെങ്കിലും, ഏത് വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചാലും, whichever be your graduation or post graduation or whatever be your qualification, ഈ പറയുന്ന qualification, none of these qualification is going to fix you a very good job or a very promising career unless and until നിങ്ങൾ അതിൻ്റെ അകത്ത് എക്സൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ ഐഡിയലി ചെയ്യേണ്ടത് ക്വാളിഫിക്കേഷൻ എന്ത് തന്നെയാണെങ്കിലും, ഇതുവരെ പഠിച്ചത് എന്താണെങ്കിലും, ഇനി പഠിക്കാൻ എന്ത് ഉദ്ദേശിച്ചാലും സ്കിൽ അക്വയർ ചെയ്യുക എന്ന് പറയുന്നത് is going to be the most in thing in the future. സ്കിൽ എങ്ങനെ അക്വയർ ചെയ്യാം? പലതരത്തിൽ നമുക്ക് സ്കിൽ അക്വയർ ചെയ്യാം. നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇലക്ട്രോണിക്സിൽ, അല്ലെങ്കിൽ 10th വരെ പഠിച്ച ആള് ഫ്ലൈയിങ് മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയ രീതിയിലുള്ള ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഹെലികോപ്റ്റർ പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, മെഷീൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒത്തിരി ഇന്നോവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്.
പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്, അല്ലെങ്കിൽ മീഡിയ അതിനെ പ്രൊജക്ട് ചെയ്യാറുള്ളത് 10th ആണ് ക്വാളിഫിക്കേഷൻ, ബട്ട് ഹി ഈസ് ഏബിൾ ടു ഡു ദിസ് എന്നുള്ളതൊക്കെയാണ്. അതിന്റെ റീസൺ എന്താണ് എന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു ക്രൈസിസ് എന്താണെന്നും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കും. ഞാൻ മനസ്സിലാക്കുന്ന അതിന്റെ റീസൺ ഈ പറയുന്ന ആളുകൾ എക്സ്ട്രീംലി പാഷനേറ്റ് അബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ് എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ കീ ടു ദിസ്, ടു ദി ഫ്യൂച്ചർ, കീ ടു ദി സക്സസ് ഓഫ് സക്സസ് ഇൻ യുവർ കരിയർ. അപ്പം ബി എക്സ്ട്രീംലി പാഷനേറ്റ് ഇൻ യുവർ പ്രൊഫഷൻ എന്നുള്ളത്. അത് ഏത് പ്രൊഫഷൻ ആയാലും കുഴപ്പമില്ല. നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷനിൽ നിലവിൽ പഠിച്ച ഒരാളാണ്, പക്ഷേ ഇലക്ട്രോണിക്സിലാണ് താല്പര്യമെങ്കിൽ better you keep that medical profession and join your electronics profession. Unless and until you work in the profession wherein you have the passion, you are not going to excel എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ചരിത്രം. അത് എക്സലൻസിന്റെ മാത്രം പ്രശ്നമല്ല, സാറ്റിസ്ഫാക്ഷന്റെ കൂടി പ്രശ്നമാണ്. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ സ്കില്ലിംഗ് എന്ന് പറയുന്നതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. നിങ്ങൾ 10th ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. Just 10th is your qualification, but you are awesome in your English എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ even including your mother tongue, ഭയങ്കര സംസാരിക്കാൻ കഴിയുന്ന നല്ല ഭാഷ പ്രാവീണ്യമുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ വേറെ ഒരു ആക്ടിവിറ്റിക്കും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് നല്ലൊരു കരിയർ ഓപ്ഷൻ ഉണ്ടാകും. അപ്പൊ പറഞ്ഞു വരുന്നത്, പഠിച്ചത് എന്താണ് എന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല. ഇതുവരെയുള്ള നിങ്ങളുടെ സ്കോർ എന്താണെന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല. യൂണിവേഴ്സിറ്റി മാറ്റർ ചെയ്യുന്നില്ല. മാറ്റർ ചെയ്യുന്നത് നിങ്ങളുടെ എക്സലൻസ് ആണ്. ഈ പറയുന്ന സബ്ജക്റ്റിലുള്ള നിങ്ങളുടെ എക്സലൻസ്, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്, ഈ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ റിലവൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏത് പ്രൊഫഷനാണോ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്, അത് പേരിന് വേണ്ടി ചൂസ് ചെയ്യാതെ, നിങ്ങളൊരു ജോബ് പേരിനൊരു ജോലി കിട്ടാൻ വേണ്ടി ഒരു കോഴ്സ് പഠിക്കാതെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ളതാണ് ജോലി ഓട്ടോമാറ്റിക് ആയിട്ട് ജോബിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഇതിനെ നോക്കി കാണാൻ എന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ളത്. രണ്ടാമത്തെ, നിലവിലുള്ള ഒരു സാഹചര്യമാണ്. നമുക്ക് വി ആർ ഗോയിങ് ടു ഹാവ് എ വെരി വെരി ടഫ് ടൈം. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ വി ആർ ഗോയിങ് ടു ഹാവ് എ വെരി ടഫ് ടൈം ബിക്കോസ് ഓഫ് ദിസ് കൊറോണ. ഇനി കൊറോണ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും വരുന്ന കാലഘട്ടം ഇസ് ഗോയിങ് ടു ബി വെരി ടഫ് പീരിയഡ്. അതിന്റെ റീസൺ നമുക്ക് ലോജിക്കലി ആലോചിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമാണ്. ഒന്ന്, നമ്മുടെ പോപ്പുലേഷൻ; 2, 3 പൊല്യൂഷൻ കൂടുകയാണ്; 4 നമ്മുടെ വെതർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങി ജനറൽ ആയിട്ടുള്ള നൂറുകണക്കിന് ആസ്പെക്ട്സ് നമുക്ക് അതിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. But whatever be the reason, the time which is going to come is going to be really tough. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഏറ്റവും വലിയ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, യു ട്രെയിൻ യുവർ സെൽഫ് ആൻഡ് യു ബി ദി കോൺഫിഡന്റ് വൺ, ബി ദി ബെസ്റ്റ് വൺ ഇൻ ദി മാർക്കറ്റ് എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും ചെയ്യുന്ന ഒരു ടൂളാണ് ഈ സ്കില്ലിംഗ്. അത് ഏറ്റവും ഐഡിയൽ ആയിട്ടും ട്രെയിൻ ചെയ്യാവുന്ന ഒരു ടൈം കൂടിയാണ് ഇപ്പോൾ. കാരണം ഇത് ലോക്ക്ഡൗൺ ആണ്, മറ്റൊരു ആക്ടിവിറ്റിക്കും പോകാൻ കഴിയാതെ നമ്മൾ കംപ്ലീറ്റ്ലി ലോക്ക്ഡൗൺ, ലിറ്ററലി ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ പ്രോഗ്രാമുകൾ പരമാവധി യൂസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഞാൻ നിങ്ങളുടെ കൊന്നന്താനത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിരുന്നു. ദാറ്റ്സ് എ വണ്ടർഫുൾ ഫെസിലിറ്റി യു ഹാവ് ഗോട്ട്, ആൻഡ് യു ഹാവ് വണ്ടർഫുൾ ലീഡേഴ്സ് ദെയർ. അതിനകത്ത് ട്രെയിൻ ചെയ്യാൻ പറ്റും നല്ല ടാലന്റഡ് ആയിട്ടുള്ള നല്ല ഉള്ള കുറച്ചധികം യങ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്, പ്രൊവൈഡഡ് നിങ്ങൾ അത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അത് ഒരു അർത്ഥത്തിൽ യൂട്ടിലൈസ് ചെയ്യണം. If you have some doubts, you can ask me. Otherwise, I'll hand it over to the host. പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ളവർക്ക് ബഹുമാനപ്പെട്ട കളക്ടറോട് ചോദ്യം ചോദിക്കണമെങ്കിൽ ഈ തൊഴിൽ രംഗത്തെ സംബന്ധിച്ച്, വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുന്നത് നല്ലതായിരിക്കും. കോവിഡ് സംബന്ധിച്ച് ഒത്തിരി മറുപടി പറഞ്ഞ് ബഹുമാനപ്പെട്ട കളക്ടർ ഓൾറെഡി നമ്മളോട് സമ്മതിക്കാറുണ്ട്. മറ്റു പല മാധ്യമങ്ങളിലൂടെ ഈ സമയം നമുക്ക് തൊഴിൽ രംഗത്തെക്കുറിച്ചും വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും അദ്ദേഹത്തിനോടുള്ള ചോദ്യത്തിലൂടെ അദ്ദേഹത്തിന് വിദഗ്ധ അഭിപ്രായം തേടാൻ ശ്രമിക്കാം. തിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ സാറേ? ഈ നമ്മുടെ ഈ പത്തനംതിട്ട ഉൾപ്പെടുന്ന മധ്യ കേരളത്തിൽ നിന്നാണ്
ഒരു വലിയ നമ്പർ ആരോഗ്യ പ്രവർത്തകര് പൊതുവെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളവര്. അപ്പോ ഈ പുതിയ സാഹചര്യം കേരളത്തിൽ ഇത്രയും സോഷ്യലായിട്ട് സോഷ്യൽ ഡെവലപ്മെന്റ് സോഷ്യൽ അച്ചീവ്മെന്റ്സും പരിഗണിക്കുമ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള തൊഴിലവസരങ്ങൾ ഇനിയും മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെയല്ലേ സാധ്യത? നോക്കൂ, തൊഴിലവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ട് തന്നെയായിരിക്കും. അത് ഈ പറയുന്ന ഹെൽത്ത് സെക്ടറിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിലും എല്ലാം ഇത്തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. പക്ഷെ അതിന്റെ പ്രശ്നം എവിടെയാണ്? പ്രശ്നം ജോബ് ഇല്ലാതെ ആകുന്നതല്ല പ്രശ്നം. ജോബിന്റെ ക്വാളിഫൈഡ് ആയ ആളുകളുടെ എണ്ണം കൂടുന്നതാണ് പ്രശ്നം. നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുകയാണെങ്കിൽ നമ്മൾ അതാണ് പ്രിഫർ ചെയ്യുക. അത് എത്ര റിച്ച് ആയിട്ടുള്ള ആളാണെങ്കിലും അങ്ങനെ തന്നെയാണ് പ്രിഫർ ചെയ്യുക. നമ്മുടെ ഭാവിയിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ജോബിന്റെ സാധ്യത കുറയുന്നു എന്ന് പറയുന്നത് ഒരു വസ്തുതയല്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ജോബ് എപ്പോഴും കൂടുകയാണ് ചെയ്യുക. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ നമുക്ക് മാർക്കറ്റിൽ നോക്കുമ്പോൾ അവൈലബിലിറ്റി കുറയുമ്പോൾ നമുക്ക് 100 സീറ്റ് ഉണ്ടാകും, പക്ഷെ 10,000 പേര് അതിന് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടാകും. അത് 200 സീറ്റ് ആകും, അത് 25,000 പേര് കോമ്പീറ്റ് ചെയ്യും. സി ദാറ്റ്സ് ഹൗ ദി തിങ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇൻ എഫക്ട് ജോബ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അതിനുള്ള ഓപ്ഷൻ എന്താണ്? നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആകുക എന്നുള്ളതാണ്. മാർക്കറ്റില് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ വരുന്ന കുട്ടികളോട്, ഞാൻ സിവിൽ സർവീസ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളോട് ചോദിക്കാറുള്ള ഒരു കാര്യം, നോക്കൂ, നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് കുട്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്താണ് എഴുതാൻ പോകുന്നത്, അല്ലെ? അത് നിങ്ങൾ മത്സരിക്ക് ജയിക്കണം എന്ന് ആഗ്രഹിച്ച് ജയിക്കാമെന്ന കോൺഫിഡൻസോട് കൂടിയാണ് വരുന്നത്. ആ നിങ്ങളിൽ എത്ര പേർ സ്വന്തം ക്ലാസ്സിൽ ടോപ്പറാണ്? ഇതുവരെ ആയോ എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ can you be the topper in your class? If you can't be a topper in your class, even even after you want to be one, അത് പിന്നെ നിങ്ങൾക്ക് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയും വലിയ ഒരു ഫോഴ്സിനോട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്ത് ജയിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സ്വന്തം ലെവലിൽ കോമ്പീറ്റ് ചെയ്ത് ജയിക്കേണ്ടതുണ്ട്. ക്ലാസ്സിൽ ടോപ്പേഴ്സിന് മാത്രമേ കിട്ടുള്ളൂ എന്നതിന് അർത്ഥമില്ല. ക്ലാസ്സിൽ വെച്ച് നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ the moment you decide to be the topper in the class, എന്നിട്ടും ആകാൻ പറ്റുന്നില്ലെങ്കിൽ യു ഹാവ് ടു സീരിയസ്ലി തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ മാർക്കറ്റിൽ വരുമ്പോൾ യു ബി ദി ബെസ്റ്റ് പേഴ്സൺ അവൈലബിൾ ഇൻ ദി മാർക്കറ്റ് ആൻഡ് ഐ എം ഷുവർ ദാറ്റ് യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് സം ജോബ് ഓൾസോ. ഒരാൾ ചോദിച്ചിരിക്കുന്നത് കറന്റ് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാവുന്ന ഒരു കരിയർ മേഖല ഏതാണെന്ന് സാറിനോട് ഇതിന്റെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിച്ചിട്ടുണ്ട്. That's a difficult question. Maybe you can answer that question. ഞങ്ങള് ഇവിടെ പിന്നെ the situation from ASAP's point of view, our learning is also രണ്ട് തരത്തിലുള്ള ചേഞ്ച് ഈ കരിയർ മേഖലയിൽ സംഭവിക്കുന്നുണ്ട് സാർ. ഒന്ന്, ഈ ഡിസപ്റ്റീവ് ടെക്നോളജി എല്ലാ മേഖലയിലും ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. സോ ഒരു വലിയ നമ്പർ തൊഴിലവസരങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്തിന് എല്ലാ മേഖലകളിലും ഈ ടെക്നോളജിക്കൽ അവയർനെസ് ഉള്ള ആൾക്കാർക്ക് ജോലി വരുന്ന ഒരു സെഷൻസ് ഒരു എമർജിങ് സീൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ടെക്നോളജിക്കൽ എമർജൻസി കൊണ്ട് കൺവെൻഷണൽ ജോബ് ഒന്ന് റീഷേപ്ഡ് ആകുന്നുണ്ട്. അതുകൊണ്ട് ഏകദേശം നമ്മൾ ഇവിടെ കയ്യിലുള്ള ഈ വേൾഡ് ഇക്കണോമിക് ഫോറം, വേൾഡ് സ്കിൽ ഫോറം അങ്ങനെയുള്ളവരുടെ റിപ്പോർട്ട്, പിന്നെ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടൊക്കെ പറയുന്നത് ഏതാണ്ട് 10ഓളം മേഖലകളിൽ കൂടുതൽ ജോലി സാധ്യതകൾ വരും. അതിൽ IT, BPO ഉണ്ട്, മാനുഫാക്ചറിംഗ് ഉണ്ട്, ടെക്സ്റ്റൈൽ ഉണ്ട്, അങ്ങനെ എണ്ണി 10ഓളം വരുന്ന മേഖലകളിൽ കൂടുതൽ ജോലി സാധ്യതകൾ വരുന്നുണ്ട്. അതില് പിന്നെ നിശ്ചയമായും ആരോഗ്യ മേഖല ഒരു പ്രത്യേക മേഖല തന്നെയാണ്. സാറ് പറഞ്ഞതുപോലെ ഈ ജോലിയുടെ എല്ലാത്തിന്റെയും കാതല് ഇവർക്ക് ഈ അവസരങ്ങൾ കൈപ്പിടിയിലാക്കണമെങ്കിൽ ഇവരുടെ എക്സലൻസ് പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് ദേ ഓൾ ഹാവ് ടു അക്വയർ അഡീഷണൽ സ്കിൽസ്. If they are ready to acquire additional skills, there will be no limitation for the opportunities in every sector. This is what our understanding. Maybe I can add something to it. അതില് എനിക്ക് പറയാനുള്ള കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അതേ ലൈൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നമുക്ക് പലപ്പോഴും ഇപ്പൊ നിലവിൽ നമ്മുടെ പ്രൊഫഷനിലാണോ ഉള്ളത് തന്നെ ഒരു IT എനേബിളിംഗ് IT
നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊരു അഡീഷണൽ പോസിബിലിറ്റീസ് ഉണ്ട്. നമ്പർ 1. നമ്പർ 2, ഈ പറയുന്ന ഇപ്പൊ സെയിം പല ഓഫീസുകളിലും പ്രൈവറ്റ് ആയിട്ടുള്ള വലിയ വലിയ ഫേമുകളിൽ തന്നെ നോക്കിയാൽ നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിവിടെ ഒരു 20-30 പേരെങ്കിലും ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. യു വിൽ നെവർ സീ ദിസ് ഇൻ ഒരു നമ്മുടെ IT ഫേമിൽ ഏതെങ്കിലും ഒരു ഫേമിൽ പോയാൽ ഇത്തരത്തിലുള്ള ഓഫീസ് അസിസ്റ്റൻസിനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ഇൻക്ലൂഡിങ് അതിന്റെ ഏറ്റവും വലിയ ഫേംസ് പോയാലും ഈവൻ മൈക്രോസോഫ്റ്റിൽ പോയാൽ പോലും അത്തരത്തിലുള്ള ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് കാണാൻ പോകുന്നില്ല. ഓഫീസ് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് നിലവിൽ ഇല്ലാതെയാകുന്ന ഒരു പോസ്റ്റാണ്. വൈ? കാരണം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഇറ്റ്സ് എ വെരി ജനറൽ തിങ് വിച്ച് എനിബഡി ക്യാൻ ഡു. അപ്പോ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന ടൈപ്പിംഗ് എന്ന് പറയുന്ന കാര്യം അതല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് കൂടി സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൽ നമുക്ക് ആഡഡ് സ്കിൽസ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നത് ലേൺ ചെയ്യാവുന്ന അഡീഷണൽ സ്കിൽസ് ആണ്. അത്തരത്തിലുള്ള സാധനങ്ങൾ കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യു ആർ ഗോയിങ് ടു ഗെറ്റ് ആൻ അഡീഷണൽ വർക്ക് ഓർ അഡീഷണൽ കൺസിഡറേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിൽ വെക്കാവുന്ന ശ്രദ്ധിക്കാവുന്ന ഒരു ആഡഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻ അഡീഷൻ ടു ദി കൺസേൺഡ് പ്രൊഫഷൻ അതിന്റെ ഒരു പാരലൽ ആയിട്ടുള്ള അതിനെ സപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ സ്കിൽസ് കൂടി നിങ്ങൾ ലേൺ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സർ, വേറൊരു ചോദ്യം വന്നിട്ടുള്ളത്, whether salary negotiations will become difficult, especially in private limited companies. Okay, I'm sorry to say that's what I believe. അതിന് സാധ്യത വളരെ വളരെ കൂടുതലാണ്. നമുക്ക് നമ്മൾ എപ്പോഴും ഇതിനെ നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ജോബ് മാർക്കറ്റിന് നോക്കി കാണേണ്ടതുണ്ട്. ജോബ് മാർക്കറ്റ് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള എമർജിംഗ് സിറ്റുവേഷൻസിനെ വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ പ്രാഗ്മാറ്റിക് ആയിട്ട് നോക്കി കാണേണ്ടതുണ്ട്. അതിന്റെ റീസൺ ഇതാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുക ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ സാലറി കട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ഫീലിംഗ് എന്തായിരിക്കും? ഇഫ് ഐ ആം നോട്ട് എ ഗവൺമെന്റ് എംപ്ലോയി ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു അഫക്ട് മീ. അത് നന്നായി, അങ്ങനെ തന്നെ വേണമെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ദാറ്റ്സ് ഓക്കെ. പക്ഷെ അതിന്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു അതർ സൈഡ് ഉണ്ട്. ഗവൺമെന്റ് ഏതൊരു സാഹചര്യത്തിലായിരിക്കും ഗവൺമെന്റ് എംപ്ലോയീസിന്റെ സാലറി കട്ട് ചെയ്യാൻ തീരുമാനിക്കുക? ഒരു നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അത് കട്ട് ചെയ്യാൻ തീരുമാനിക്കുക. നമ്പർ 1. നമ്പർ 2, അതിനുണ്ടാകുന്ന കൗണ്ടർ പ്രഷർ എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ആ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ വളരെ മോശമാണെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് തിങ്ക് അബൌട്ട് ദി പ്രൈവറ്റ് സെക്ടർ ഫേംസ്. ആ ഓരോ ഫേംസും ഇപ്പൊ ഈ കൊറോണയുടെ ഒരൊറ്റ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ടാകും. ഫിനാൻഷ്യൽ ക്രൈസിസ് ഇസ് എ സീരിയസ് തിങ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ നോക്കി കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നോക്കി കണ്ടതിന് ശേഷം ഈ പറയുന്ന എവറി സീരിയസ് ഹാപ്പനിങ് ഇൻ ആൻഡ് അറൌണ്ട് യു ഈസ് ഗോയിങ് ടു അഫക്ട് യു ആസ് വെൽ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവണം. ആ ബോധത്തെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് പ്രൊവൈഡ് സാധാരണഗതിയിൽ വളരെ ബൂമിംഗ് ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ പോയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് സാലറി നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോയി നെഗോഷിയേറ്റ് ചെയ്യരുത്. ബി പ്രാക്ടിക്കൽ ആൻഡ് ബി കൺസിഡറേറ്റ്. അതല്ല എന്നുണ്ടെങ്കിൽ യു മേ നോട്ട് ഗെറ്റ് ദാറ്റ് ജോബ്. അതാണ് അതിന്റെ കാര്യം. മാത്രമല്ല ഒരു ജോബിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവിടുത്തെ ഒരു ഇനവിറ്റബിൾ കമ്പോണന്റ് ആണ് എന്ന് നിങ്ങളില്ല എങ്കിൽ ഈ ഫേം മുന്നോട്ട് പോകില്ല എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഫേമിന് അഡീഷണൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്ന് ഫേമിന്റെ ഓണർക്ക് തോന്നുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പെർഫോമൻസ്. ദാറ്റ് ഈസ് ദി ഓൺലി തിങ് വിച്ച് വിൽ ഡെഫിനറ്റ്ലി ഡിഫൈൻ യുവർ റിക്വയർമെന്റ്. അപ്പൊ അത്തരത്തിൽ വേണം നിങ്ങളുടെ ബിഹേവിയറും പെർഫോമൻസും പോകാനായിട്ട്. സർ, ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ, ഈ സാധാരണ മലയാളികള് തൊഴിലിനെ സംബന്ധിച്ച് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ളവരാണ്. ദേ ഓൾവേസ് വോണ്ട് പ്ലേസ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്ടർ. എന്നാൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ നിലവിലുള്ള പല തൊഴിലുകളും ഗവൺമെന്റ് സെക്ടറിൽ ഉൾപ്പെടെയുള്ള നല്ലൊരു ശതമാനം തൊഴിലുകൾ വേൾഡ് എസ്റ്റിമേഷൻ ഏതാണ്ട് നിലവിലുള്ള ജോലികളിൽ 40% 15 വർഷം കൊണ്ട് ഇല്ലാതാവുന്നതാണ്. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഈ ചില ലോവർ ഗ്രേഡിലുള്ള ജോലികളൊക്കെ സർക്കാർ ശീലം നിന്നു പോവുകയും ഇപ്പൊ തന്നെ ഏതാണ്ട് 3 to 4% എഡ്യൂക്കേറ്റഡ് യൂത്തിനെ മാത്രമേ നമുക്ക് പബ്ലിക് സെക്ടറിലേക്ക് അബ്സോർബ് ചെയ്യാനും പറ്റുന്നുള്ളൂ. ആ സാഹചര്യത്തിൽ
ഈ യുവാക്കൾക്കിടയിൽ പ്രൈവറ്റ് കോർപ്പറേറ്റ് സെക്ടർ ആണ് പുതിയ ടെക്നോളജിക്ക് അനുസരിച്ച് ഉയർന്നു വരുന്നതും പുതിയ സാഹചര്യങ്ങൾ മുതലെടുക്കാൻ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ കൂടുതൽ അവിടെയാണ് അവസരങ്ങൾ ഉള്ളതെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു ശ്രമം ഉണ്ടാകേണ്ടതല്ലേ സാർ? തീർച്ചയായിട്ടും അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് നമ്മൾ യങ്സ്റ്റേഴ്സ് നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആ അപ്രോച്ചിൽ തന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു ലാപ്സ് ഇല്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഗവൺമെന്റ് ജോബ് പ്രിഫർ ചെയ്യുന്നത്? ഗവൺമെന്റ് ജോബ് എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നതിന്റെ രാവിലെ 10 മണിക്ക് പോകാം, വൈകിട്ട് 5 മണിക്ക് പോരാം, പ്രത്യേകിച്ച് പ്രഷർ ഒന്നുമില്ല, പ്രത്യേകിച്ച് പിരിച്ചുവിടുക എന്നുള്ള പേടി വേണ്ട, റെഗുലർ ആയിട്ട് സാലറി ഹൈക്ക് വന്നോളും, യൂണിയനും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഐ മീൻ ആക്ച്വലി അത് നമ്മുടെ ഇനഫിഷ്യൻസിയെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഗവൺമെന്റ് സെക്ടറിൽ ഒരു ജോബ് വേണം എന്ന് ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ സാർ എന്തിനാണ് ഈ കളക്ടർ പരിപാടിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതെന്ന് പക്ഷെ ചോദ്യം ഉണ്ടായേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജോബ് ശ്രമിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഗവൺമെന്റ് സെക്ടറിൽ നിങ്ങൾ ജോബ് ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ആസ്പെക്ട്സ് കൊണ്ടാണെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു സർവൈവ് ഫ്യൂച്ചർ. അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് കൂടി പറയാം. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഗവൺമെന്റ് സെക്ടറിലും ജോലി ഇല്ലാതെ വരുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഈ പറയുന്ന OA പോസ്റ്റുകൾ അതുപോലെ ക്ലറിക്കൽ പോസ്റ്റുകൾ എല്ലാം കുറഞ്ഞു വരികയാണ്. ഇപ്പൊ തന്നെ ഈ അസാപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം നോക്കൂ. അസാപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം ഗവൺമെന്റിന്റെ ഒരു കമ്പോണന്റ് ആയിട്ട് ഗവൺമെന്റിന് കൊണ്ടുവരാമായിരുന്നു. ഗവൺമെന്റിന്റെ അസാപ്പ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കൊണ്ടുവരാമായിരുന്നു. അതിലുള്ള എല്ലാ ആളുകളെയും നിർബന്ധമായിട്ടും സെലക്ഷൻ പ്രൊസീജിയറിലൂടെ ആസ് യൂഷ്വൽ ഗവൺമെന്റ് സെലക്ഷൻ പ്രൊസീജിയറിലൂടെ കൊണ്ടുവന്ന് പെർമനന്റ് എംപ്ലോയീസ് ആക്കാമായിരുന്നു. അതെന്തുകൊണ്ട് ആക്കിയില്ല? അത് ആക്കാതിരുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? രണ്ട് മേജർ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, മാർക്കറ്റിൽ ബെസ്റ്റ് പെർഫോമിംഗ് ആൾക്കാരെ നമുക്ക് കിട്ടുന്നുണ്ട്. രണ്ട്, അവർക്ക് വലിയ ഒരു പ്രഷർ ഉണ്ട്. എക്സൽ ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യമുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് എക്സൽ ചെയ്യേണ്ടതിന്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. എക്സൽ ചെയ്തില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഗവൺമെന്റിൽ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഭാവിയിലേക്ക് ഉണ്ടാകില്ല എന്ന് തന്നെ നിങ്ങൾ എഴുതി വെക്കേണ്ടതുണ്ട്. ഇനി അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു സംവിധാനം പ്രിഫർ ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങളുടെ സ്കില്ലിനും നിങ്ങളുടെ ഫ്യൂച്ചറിനും നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. അതിന്റെ റീസൺ, നമുക്കൊരു ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള നോൺ പെർഫോമിംഗ് ആയിട്ടുള്ള ഇൻസെന്റീവ്സ് ഇല്ലാത്ത പെർഫോമൻസിന് ഇൻസെന്റീവ് ഇല്ലാത്ത ഒരു സൊസൈറ്റി സിസ്റ്റത്തിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള അവസരം ഇല്ലാതാവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫർദർ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റിയും ഇല്ലാതാവുകയാണ് ചെയ്യുക. അപ്പോ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഫേംസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഐഡിയ. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളാണ് ഇതിന് പറയാനുള്ളത്. ഒന്ന്, ഗവൺമെന്റ് തലത്തിൽ ഇത്തരത്തിലുള്ള ജോലി സാധ്യതകൾ തീർച്ചയായിട്ടും വളരെ 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 കുറയാനാണ് പോകുന്നത്. നമ്പർ 2, ഇന്നത്തെ ഒരു റിപ്പോർട്ട് ഞാനൊന്ന് പറയാം. 1500 കോടി രൂപയാണ് ഈ മാസം ഗവൺമെന്റിന് ശമ്പളം കൊടുക്കാൻ വേണ്ടത്. 800 കോടി രൂപയാണ് ഗവൺമെന്റിന് കൈവശമുള്ളത്. ഇന്ന് 23-ാം തീയതിയാണ്. 7 ദിവസത്തിനകം ബാക്കിയുള്ള കോടിക്കണക്കിന് രൂപ എവിടെ നിന്നുണ്ടാക്കും? ഇതാണ് ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി. അത് ജോലിക്ക് കയറുന്ന എല്ലാവർക്കും ബാധകമാണ്. അതൊന്ന് അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. സർ, ഇനിയൊരു ചോദ്യമുള്ളത്, what about the logistic industry? Can our export and import regain its strength? Because almost all countries are suffering from this pandemic. നോക്കൂ, എക്സ്പോർട്ട് ഇമ്പോർട്ട് സെക്ടറിന് തീർച്ചയായിട്ടും സാധ്യതകളുണ്ട്. നിങ്ങൾ വളരെ തിങ്ക് ഇൻ ലോജിക്കൽ സെൻസ്, അതിന് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കും. അതിന്റെ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച് ഐറ്റംസ്, വട്ടവർ ബീറ്റ്, അതൊരു ഫാഷൻ ഐറ്റം ആകാം, അത് കോസ്മെറ്റിക്സ് ആകാം. ലെറ്റ് us think it is a ഫാഷൻ ഐറ്റം അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ആണെന്ന് വിചാരിക്കാം. 3 ഓപ്ഷൻ ഞാൻ തരാം. ഒന്ന്, അത് ചൈനയിൽ നിന്ന് വുഹാനിൽ നിന്ന് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ഷാങ്ഹായിൽ നിന്ന് കൊണ്ടുവരികയാണ്. 2, അത് മിലാനിൽ നിന്ന് കൊണ്ടുവരികയാണ്. 3, അത് പാരീസിൽ നിന്ന് കൊണ്ടുവരികയാണ്. വിച്ച് വൺ വിൽ യു ചൂസ് ആൻഡ് വൈ? തീർച്ചയായിട്ടും ഒന്നെങ്കിൽ പാരീസിൽ നിന്ന് എടുക്കും അല്ലെങ്കിൽ മിലാനിൽ നിന്ന് എടുക്കും. വൈ? നമുക്ക് എല്ലാവർക്കും അറിയാതെ ബെസ്റ്റ് ക്വാളിറ്റി ഫാഷൻ, ഏറ്റവും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാഷൻ സെന്റർ ഈ പറയുന്ന സ്ഥലങ്ങളാണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ടാണ്. റൈറ്റ്? അപ്പോ അതിവിടെ എന്ത് കോവിഡ് വന്നാലും എന്ത് പ്രശ്നം വന്നാലും തീർച്ചയായിട്ടും മിലാനിലെ അല്ലെങ്കിൽ പാരീസിലെ ഫാഷൻ പ്രൊഡക്ട്സിന് ഒരു ഷോർട്ടേജും ഉണ്ടാവില്ല, ഒരു ഡിമാൻഡ് കുറവും ഉണ്ടാവില്ല. യു അണ്ടർസ്റ്റാൻഡ്?
പക്ഷെ ഷാങ്ഹായിലെ ചിലപ്പോൾ സാധനം കൂട്ടിപ്പോകും. വാട്ട് ഡസ് ഇറ്റ് മീൻ? മാർക്കറ്റ് ഉണ്ടാകും, എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും മാർക്കറ്റ് ഉണ്ടാകും, പ്രൊവൈഡഡ് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ. അഗെയിൻ നമ്മൾ തുടക്കം പറഞ്ഞ പോയിന്റിലേക്കാണ് തിരിച്ചു വരുന്നത്. എക്സൽ ചെയ്യുക. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ വട്ട് എവർ വി ആർ ഡൂയിങ് അതിൻ്റെ അത് ദി ബെസ്റ്റ് ഇൻ ദി മാർക്കറ്റ്, ബെസ്റ്റ് ഇൻ ദി വേൾഡ് ആകാൻ നോക്കുക. ദി ബെസ്റ്റ് പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കാൻ നോക്കുക, എക്സ്പോർട്ട് ചെയ്യാൻ നോക്കുക. തീർച്ചയായിട്ടും അതിന് മാർക്കറ്റ്. Postcode, when most of the NRIs come back jobless, will there be anything our system can do to accommodate them? This is going to be a very big challenge for us. കാരണം നമ്മൾ ഇത്രയും കാലം നമ്മൾ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫോറിൻ പോകുന്ന വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കി കൊണ്ടുവരികയും ആ ക്യാഷ് കൊണ്ട് അതിന് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വലിയൊരു പോപ്പുലേഷൻ സർവൈവ് ചെയ്ത് പോവുകയും അവർ കൊണ്ടുവരുന്ന ക്യാഷ് മാർക്കറ്റിൽ വന്ന ആ മാർക്കറ്റ് സർവൈവ് ചെയ്ത് പോവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി അങ്ങനത്തെ ഒരു സോഴ്സ് ഇല്ലാതാകുമെന്ന് കുറെ വർഷങ്ങളായിട്ട് നമുക്ക് ഒരു വാർണിംഗ് വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഓൾ ഓൺ എ സഡൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏകദേശം 25-27 ലക്ഷം ആളുകൾ കേരളത്തിന് വെളിയിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ വലിയൊരു നമ്പർ മിഡിൽ ഈസ്റ്റ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ആളുകളെല്ലാം അതിലൊരു നല്ല നമ്പർ തിരിച്ചു 3.5 മുതൽ 5.5 ലക്ഷം വരെ ആളുകൾ തിരിച്ചു വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ്സ് ഗോയിങ് ടു ക്രിയേറ്റ് എ ഹെൽ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് ഫോർ us. അതിൽ ഏറ്റവും അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇപ്പോ പുതുതായിട്ട് സ്കില്ലിംഗ് നടത്തി ജോബ് സെർച്ച് ചെയ്യുന്ന കുട്ടികളായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾ ഇവിടെ തിരിച്ചു വരുമ്പോൾ, അയാൾ ദുബായിൽ 5 വർഷത്തെ എക്സ്പീരിയൻസുമായിട്ട് വരുമ്പോൾ അയാളെയാണോ എടുക്കാൻ പോകുന്നത്, ഫ്രഷർ ആയിട്ടുള്ള നിങ്ങളെയാണോ എടുക്കാൻ പോകുന്നത്? അയാളെയാണ് പൊതുവിൽ എടുക്കാൻ സാധ്യത. അയാളെ പരിഗണിക്കാതെ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ അയാളുടെ 5 വർഷത്തെ എക്സ്പീരിയൻസിനെ ട്രംപ് ചെയ്യാൻ പറ്റിയ സ്കില്ലും സ്പീഡും നോളജും കോൺഫിഡൻസും നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങൾ അക്വയർ ചെയ്തേ പറ്റും. Or engineering graduate, he is asking about what will be the support for new startup companies. His question precisely: I am an engineering graduate. What will be the scope of new small startup in our state? I would like to know about the financial support or plans from government for startup in future in this situation. I can't precisely say what will be the possible financial support from the state government, but what I understand, in general, what I understand is അതിന് സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ലോട്ട് ഓഫ് സപ്പോർട്ട്. കാരണം സ്റ്റാർട്ടപ്പുകളാണ് ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത്. ലോകത്തിലെ ഒത്തിരി കാര്യങ്ങൾ IT എനേബിൾഡ് ആക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് നമ്മളെല്ലാവരും കണ്ടതാണ്, ലോകം കണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ഹാർഡ്വെയർ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഫഷനുകളിലോ സപ്പോർട്ടിംഗ് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിന് ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ അഗെയിൻ നമ്മുടെ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. എക്സലൻസ് ഈസ് ദി കീ. ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഐ ആം നോട്ട് ഷുവർ പത്തനംതിട്ടയിലെ ഒരു മൈഗ്രേഷൻ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുന്നത്, പത്തനംതിട്ട ജില്ലയിലെ കൂടുതൽ ആൾക്കാർ യൂറോപ്പിലേക്കോ US-ലേക്കോ അതുപോലുള്ള പാശ്ചാത്യ നാടുകളിലേക്കാണ് കൂടുതൽ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്, റാദർ ദാൻ മിഡിൽ ഈസ്റ്റ് മൈഗ്രേഷൻ. അപ്പോ ആ ഭാഗത്ത് യൂറോപ്പ് ഒരു നന്നായിട്ട് ഈ കോവിഡ് ബാധിത മേഖലയായതുകൊണ്ട് അവിടെ നിന്നുള്ള ആ യുവാക്കള് തിരിച്ചു വന്നാൽ അവരുടെ വർക്ക് കൾച്ചർ കൂടി കുറെ കൂടി വെസ്റ്റേണൈസ്ഡ് ആയതുകൊണ്ട് ഇവിടുത്തെ ഇപ്പോ സോഷ്യൽ സാഹചര്യങ്ങൾ കുറെ ബെറ്റർ ആണെങ്കിൽ അവരിനി തിരിച്ചു പോകുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ ഒരു പ്രയോറിറ്റി കിട്ടുകയും ദാറ്റ് ക്യാൻ സ്റ്റിൽ ടേക്ക് ദി ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദി ഫ്രഷേഴ്സ് എ ബിറ്റ് ഡൗൺ എന്ന് കരുതുന്നുണ്ടോ? സ്കിൽ ഇമ്പോർട്ടൻസ് ഇസ് മോർ ഫോർ ദി ആക്ച്വലി there is a difference. കാരണം അത് നമ്മുടെ ഒരു മിസ്കൺസെപ്ഷൻ ആണ്. യൂറോപ്പിലും US-ലുമാണ് പത്തനംതിട്ടയിൽ നിന്ന് ആളുകൾ കൂടുതൽ എന്നുള്ളത് ഒരു മിസ്കൺസെപ്ഷൻ ആണ്. നമുക്ക് ജില്ലയിലുള്ള അപ്രോക്സ് 1.5 ലാഖ് ആളുകളുടെ NRIs ഉണ്ട്. അതില് മെജോറിറ്റിയും അപ്രോക്സ് 1 ലാഖ് മിഡിൽ ഈസ്റ്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അകത്തൊരു 10,000 20,000 ആ ഒരു നമ്പറിൽ മാത്രമാണ് US UK ആളുകളുള്ളത്. That is one thing. Second thing,
അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള മാസീവ് റിട്ടേൺ ഫ്രം യൂറോപ്പ് ആൻഡ് US ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല പത്തനംതിട്ട ജില്ലയിലേക്ക് ബസ്. അതിന്റെ ഒത്തിരി റീസൺസ് ഉണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അത്രയും വലിയൊരു മാസീവ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇനി വന്നാൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓപ്പൺ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ വരുമ്പോൾ ഒബ്വിയസ്ലി ദേ ആർ ഗോയിങ് ടു കോമ്പീറ്റ് വിത്ത് ദിസ് യങ്സ്റ്റേഴ്സ്, ദി ഫ്രഷേഴ്സ് ആസ്. അപ്പൊ അതില് നമുക്ക് എങ്ങനെയാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുക? അതിൽ പിടിച്ചു നിൽക്കാൻ യങ്സ്റ്റേഴ്സിന് കുറെ എഡ്ജസ് ഉണ്ടാകും. ഒന്ന്, നമുക്ക് സാലറിയിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും. 2, നമുക്ക് കൂടുതൽ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. 3, നമുക്ക് അവരെക്കാൾ കൂടുതൽ എനർജി ഉണ്ടാകും. 4, നമുക്ക് ഫാമിലി പ്രഷേഴ്സോ മറ്റ് സോഷ്യൽ പ്രഷേഴ്സോ ഉണ്ടാവില്ല. 5, ഏറ്റവും യങ്സ്റ്റേഴ്സ് ആണ്, ന്യൂ കമേഴ്സ് ആണ്, പുതിയ ഐഡിയാസ് ഉണ്ടാകും, ഇന്നോവേറ്റീവ് ആകാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി അഡ്വാൻറ്റേജസ് നമുക്കുണ്ടാകും. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തേ പറ്റും. അറ്റ് ദി സെയിം ടൈം മറ്റുള്ള ആളുകൾക്കുള്ള അഡ്വാൻറ്റേജസിനെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അവർക്ക് തീർച്ചയായിട്ടും എക്സ്പീരിയൻസിന്റെ വലിയൊരു ഇതുണ്ട്. അവര് ചിലപ്പോൾ ഫാസ്റ്റ് ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നതിൽ. അവരില് കൺസേൺഡ് ഫീൽഡിൽ അവര് നല്ല എക്സ്പെർട്ടീസ് ഉണ്ടാകും, കോണ്ടാക്ട്സ് ഉണ്ടാകും. സോ ഓൾ ദീസ് അഡ്വാൻറ്റേജസ് ദേ ഹാവ്. അവര് പ്രൈസും അവരുടെ സാലറി നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറായാൽ വിൽ ഹാവ് എ പ്രോബ്ലം ഇൻ ദി ഫ്യൂച്ചർ എന്നുള്ള കാര്യം മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. ട്രൂ സർ. സർ, ഒരു കാര്യം കൂടി, ഇപ്പോ ആസാപ്പ് ബേസിക് ആയിട്ട് ആസാപ്പിന്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രി റിലവന്റ് ആയിട്ടുള്ള ധാരാളം സ്കിൽ പ്രോഗ്രാംസ് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ മാനുഫാക്ചറിങ് ഫീൽഡിൽ നിന്നുള്ള SKF അവരാണ് ബോൾ ബെയറിംഗ് ടെക്നോളജിയിലും ലൂബ്രിക്കൻ ടെക്നോളജിയിലും വളരെ വേൾഡ് ലീഡേഴ്സ്. അവര് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ വഴി അവരുടെ ലൂബ്രിക്കൻ ടെക്നോളജിയിലൊക്കെ 6ഓളം കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. IBM ആണ് നമ്മളുടെ ഡിസപ്റ്റീവ് ടെക്നോളജിയിൽ ഒരു ഇൻഡസ്ട്രി ലീഡർ ആയിട്ടുള്ളത്. അവര് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് വഴി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലും പിന്നെ മറ്റേ ബിഗ് ഡാറ്റയിലും സൈബർ സെക്യൂരിറ്റിയിലൊക്കെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മറ്റ് സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും കൂടി ഇവിടെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് ആൻഡ് ബിവറേജസ്, ബ്യൂട്ടി ആൻഡ് വെൽനസിലൊക്കെ നിരവധിയായ കോഴ്സുകൾ ആസാപ്പിന്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലൂടെ കൊടുക്കുന്നുണ്ട്. ഇലക്ട്രോണിക് രംഗത്ത് ഈ ശ്രീ വരുൺ മൻവാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനം വളരെയേറെ മുന്നോട്ട് പോയിട്ടുള്ള പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. അവര് നല്ല കോഴ്സുകൾ കൊടുക്കുന്നു. കൂടാതെ സ്കിൽ സോണിക് എന്ന് പറഞ്ഞിട്ട് സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ശ്രീ വരുൺ മൻവാനിയുമായി അസോസിയേറ്റ് ചെയ്ത് ഹെൽത്ത് കെയറിൽ കുറച്ചധികം പ്രോഗ്രാമുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ആസ്പിറേഷൻസ് ഞങ്ങൾക്ക് മനസ്സിലായാൽ കുറച്ചുകൂടി അവരുടെ ജോബ് ആസ്പിറേഷൻസിന് പറ്റുന്ന കോഴ്സുകൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ലഭ്യമാക്കാൻ സാധിക്കും. നിലവിൽ ഈ ജില്ലയിലുള്ള ആൾക്കാര് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ ഈ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ അവർക്ക് അവൈലബിൾ ആക്കാം. എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം. കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കുന്നന്താനത്ത് കൂടുതൽ കോഴ്സുകൾ ഞങ്ങൾ ഉടനെ കൊണ്ടുവരുന്നതാണ്. ഇതിനുശേഷം നമുക്ക് ജില്ലാ അഡ്മിനിസ്ട്രേഷനുമായി സഹകരിച്ച് ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് ആലോചിക്കുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാവും സർ. ഞങ്ങൾ അതിനുള്ള കമ്പനികളെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്താം. അതിന് ഞങ്ങൾക്ക് ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുമോ? തീർച്ചയായിട്ടും. നോക്കൂ, ഇത് നമുക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ സ്കിൽ പാർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ പുതിയൊരു സംവിധാനമാണ്. നമുക്ക് പണ്ട് കാലത്ത് ഞാൻ സിവിൽ സർവീസിന് പഠിക്കുന്ന നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് ജേക്കബ് അലക്സാണ്ടർ അല്ലെ, ഒരു റിട്ടയർഡ് DGP ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പഠിക്കുന്ന കാലത്തെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്ന് പറയുന്ന എൻസൈക്ലോപീഡിയ മൊത്തം ബൈ ഹാർട്ട് ചെയ്തിട്ട് സിവിൽ സർവീസിന് പോകുമായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്തെ എൻസൈക്ലോപീഡിയ ഞാൻ കണ്ടിട്ട് പോകുന്നില്ല. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അന്ന് അദ്ദേഹത്തിന് അത് പഠിക്കണമായിരുന്നു. അന്ന് ഇല്ലാതിരുന്ന ഒത്തിരി പോസിബിലിറ്റീസ് ഞാൻ പഠിക്കുന്ന കാലമാകുമ്പോഴേക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ സർവീസിൽ കയറിയിട്ട് ഓൾമോസ്റ്റ് 10 years ആകുന്നു. ഇപ്പോ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചതിനേക്കാൾ ഒത്തിരി അഡ്വാൻസ് ചെയ്ത് വന്നു. പോസിബിലിറ്റീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സ്കില്ലിങ്ങിന്റെ കാര്യത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ്. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ അസാപ്പിൻ്റെത്. അത് തീർച്ചയായിട്ടും കുട്ടികൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, തീർച്ചയായിട്ടും നമുക്ക് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവിന് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഓൾറെഡി ഹാവ് agreed for whatever assistance you require, and we can definitely work together for the well-being of these youngsters.
താങ്ക് യു സാർ. ഏകദേശം 3/4 മണിക്കൂർ ഞങ്ങളോടൊപ്പം സാർ ചെലവഴിച്ചു ഈ തിരക്കിനുള്ള സമയത്തും. താങ്ക് യു സോ മച്ച്. ഞങ്ങള് മിസ്റ്റർ വരുൺ അൻവാനി ഉദ്യോഗാർത്ഥികളുമായി അവർ കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞങ്ങൾക്ക് സാറിന്റെ തുടർന്നുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us and continue your. Thank you so much. Yeah. Yeah, thank you so much, Vinod, and thank you so much, Vinod Magwani, for joining us in this program, and hope you will be able to guide our students for the future and skill them for the future. Thank you so much, and thank you so much, all the students who have attended this program. Thank you. Thank you, sir. Thank you, sir, and continue your leadership as you have been showing on the ground. Thank you so much. Thank you. Varun, you can now go ahead. Sure. Not much that I could understand, but whatever I could make out of it is that in 1 minute, I will explain you what was the discussion. He was exchanging his views about the employment opportunities and the crisis that the job aspirants will have to face, the opportunities that are ahead. And he was motivating the students and job aspirants that COVID is no way is going to be the end of the road. There are still a lot of opportunities which are open. We will be able to open more roads also towards future. So there is nothing to worry. That is what he was telling the youngsters, in short. Right, Mr. Vinod, and I was just going to say that the only thing I could make out from his tone and his demeanor was that he was being very, very positive. And I think it's a time not to be COVID positive, but it's a time to be generally positive. Yes. So with that, I would just like to, shed light on a few things. First of all, yes, it's a time where I think nobody has seen this ever. People who are very old have not seen this in the last several years, and people who are very young will not see something like this in the years to come. So it is something which is going to change the landscape of the entire world, for very, very long. And we all are going to have to make changes, adjustments to what we do, how do we do in the future. Having said that, it basically brings out that it's a time for opportunity. I know there's a lot of negativity around in terms of that things will collapse, everything is going to be bad. But in such kind of situations, we should always look at the positives and the opportunities that it brings across. I think, Mr. Vinod, you pointed out a few sectors where there will be demand in the future. And very rightly so, there will be those sectors and a few more, such as the emerging sectors of within the IT space or within the healthcare space. Let me give you an example. We have a customer here in Noida who basically manufactures cameras, and they make basically CCTVs with IR technology, etc. And they showed innovation during this period where they were able to manufacture a particular camera along with a temperature measurement system. So that is innovation combining their existing manufacturing. And such kind of things will help you survive this downturn. And therefore, whether we talk about this as manufacturing or we talk about skills, whatever we have been doing so far may become irrelevant, and we all need to innovate in any space that we are present. So we need to innovate ourselves in our skills, either by learning new languages or by learning new, doing different programs. A lot of things are available online today, including, for example, this webinar. But so many online things are available which help us harness our existing skills, help us improve our skills, and that will make us future ready for employment, for entrepreneurship, which is very important for the startup industry, and also to face the problems that the post-COVID-19 situation will bring about. When I spoke about language, let me give you another example. As an industry leader,
and as an entrepreneur, we do a lot of business interaction with countries like Taiwan, China, etc. And something which I have noticed over the last 15, 20 years that I've been working with them, usually these companies and their owners do not speak any English at all. And typically there will be a young girl who would probably be a graduate, maybe not even in the field of electronics or not even in the field of technology. Yet her command over English is what has probably got her a job at these companies. And this is true of not one company, it is true of almost all companies across China and Taiwan, which are usually the small to mid size and sometimes even in the large companies. So, why I'm saying this, I'm trying to emphasize on language. Language as a skill will be a very, very important requirement. Um, Somebody asked a question about how will the exports and imports work. And this is a very important thing that a lot of countries will want to move to India and the Southeast Asian neighborhood post the COVID situation and the fallout of China. Therefore, if you have command over a particular language, whether it be German, it be French, it be English, there will be a lot of opportunity that you might have with the companies who are looking to expand their horizon and get into exports with many other countries. So, language is a very, very important area. And it is also one of the courses that we are offering at our CSP in Kunamthanam. And definitely everyone who's interested in these languages, and there will be several languages that we will be offering together with our language partner Trin, and also together with the cooperation of ASAP. At the same time, I also wanted to highlight that skill is not a replacement for basic education. Schooling, college, all of this is very necessary because it teaches you the basics. But skill is what bridges that. It is that necessary part which plays the most important role in you differentiating yourself from the pack. As Mr. PB Nu put it, that you have to be a leader, you have to be the topper, you have to be different. And therefore, if you want to be different from others, you have to have that extra edge, which only these vocational courses or skills will help you garner. As we all know that there are many graduates who are churned out by the educational institutions every year. However, the fact is that 80% of these graduates are not employable. That's because most of the graduates have only studied the basic education, but they lack that extra skill, that extra spark that is needed for them to get employed. And that extra can be in any terms. It can be a lot of soft skill such as confidence building, leadership, team working, etc. So, I would again lay emphasis that during this period, and even more so after this COVID-19 situation, getting yourself skilled with different in different courses or in different fields will be very, very important for not only young freshers, but even for those who are who have existing jobs. Because if you don't upskill yourself, the new people, the new talent will be ready to snatch away your jobs, and also with a lot of people who may risk the possibility of losing their jobs. It will be very, very important to upskill yourself and stay afloat. Additionally, I would also wanted to say, with again some examples, that skilling is a lifelong activity. I'll give you the example of my mother, who is 70 years old, and she has just learned how to do these video conferencing through the video conferencing apps. And that's something which she has learned with help from us in the family. And so that's something which she has learned or skilled herself with during this shutdown period. And at the same time,
my son, who is just 9 years old, he's learning a new language, German, and so he's skilling himself. So there is no barrier, there is no restriction on skilling for any age, whatever caste, creed, etc. It is something which you have to ensure that you enhance your own skills and be able to differentiate from the pack. Having said that, I'd like to just brief about the CSP that we have in Konamthanam in the Pathanamthitta district. Sahasra Sambhav Skill Development is the name of the CSP. We are currently doing 5 courses after approval from ASAP. We have a course in LED lights product design. The second course we have is solar PV system design. The third course, we are doing diploma in jewelry designing together with our partners, Institute of Gems and Jewelry. The fourth course we have an offering is full stack developer together with the ICT Academy of Kerala. And the last one we are currently doing is business English training together with Trin Business Solutions. We have already finished one batch of 9 students, and happy to say that all 9 students have been placed already. As of 22nd March, when the entire nation went into a lockdown, we had another batch of 11 students which was ongoing. Unfortunately, that could not be finished, but as soon as the lockdown opens, we will finish that batch and hopefully be able to place those students. These students, again, some of them were already educated to the level of being engineers, post-diplomas, but the fact that they could do these short-term courses and enhance their skills, all of them were able to. So that's the importance of getting skilled. I'd also like to highlight some new courses which we're going to initiate along after we get approvals from ASAP again. These are electronic manufacturing engineer, EV vehicle service technician, embedded systems design and development, injection molding operator, together with our partner Sovereign Pet Preforms, roto artist, together with our partner Toons Animation, data science, data analytics, together with our partner Mafoi, diploma in banking operation, together with our partner Mafoi Consulting, diploma in furniture and interior design, HDA School of Design, diploma in architecture engineering designing, together with our partner HDA School of Design, and automotive service technician, together with our partner Kutukaran Institute of Human Resource Development. Along with this, we are also working with another very prestigious institution called St. Gitz, and we are an industry partner to them at their CSP. And together we are doing a lot of courses at their CSP as well. In addition to this, at the CSP, we have a lot of extracurricular activities such as sports, yoga, music, alumni meets, industry meets, which we will be organizing once the lockdown ends. So these were a few points which I wanted to mention about, and I'll be happy to take questions from anybody. Varun, by the time when the participants starts raising their questions, yes, I would also like to inform you that Skillsonic have already expressed their willingness to associate with you. I have shared your contacts to the Skillsonic people. They will be contacting you. They said they have excellent programs in healthcare professionals. Skillsonic is a Switzerland-based group who can bring you with them, and they are in India for the last 7 years. And they have excellent skill programs for the healthcare professionals. Pathanamthitta region is being the middle of Kerala, from where we have a lot of healthcare professionals across the world.
He said, would be good. You may please think about this. Right. That's very good to know. Sir, I must mention that as the CSP stands for Community Skill Programs, it's very important for all of us from the community to join hands together uh, uh, for the uh, for the benefit of society, for all of us to work together to get over this crisis, and at the same time ensure that our youth and the future of the country get equal opportunities after this crisis. So we'll be happy to work with Skillsonic. I must also mention that Kerala being one of the states with a lot of healthcare facilities and a state which churns out the maximum number of nurses, there will be a lot of demand for that particular segment of people, and therefore a lot of people should work to that. Um, as part of our corporate social responsibility, we also plan to send a lot of sewing machines to the CSP as soon as the lockdown ends, so that we can help the community to start to manufacture or produce face masks and a lot of PPE equipment, and skill the people to do that themselves as entrepreneurs. We are not looking for any financial gain out of this, but we want people to get employed and to be able to do service to humanity. This will be very good, excellent initiative from your side, Mr. Varun. Also, in the coming days, we will be bringing all the influential people from in and around Pathanamthitta, and will be bringing them to this platform to talk to the people and the youngsters from the district, so that they will get more awareness about the required necessity to be additionally skilled. We are also asking the job aspirants to post their aspiration in the website, so that in this Kundandanam Skill Park, we will be able to provide skill programs that matches their aspirations. Right. There is a question, sir. You mentioned business English course conducting at Kundandanam Skill Park. Could you please explain the opportunities after we complete the program? Okay. First of all, I must highlight that yes, it's a well-known fact that the literacy rate in Kerala is very, very high, probably the highest in the country. However, one must understand that when you travel overseas, the English spoken in most of the countries is different from the way we speak English in India, and therefore, and especially when you talk business. So therefore, business English is equally important. Not just being able to speak the language, but being able to pronounce the words correctly, being able to comprehend the language, understand the other individual, ensuring that one speaks the comprehension is right, and therefore the business English program, which is certified by Cambridge, it's a very important program through our partners, and something which can also be done online, which our team is working on. So I would really hope that a lot of people take advantage of this opportunity, and they enroll for this program, which will help them improve their English. They definitely must be speaking, but improve their English from a business standpoint, and also from understanding people worldwide. That will be a very, very big opportunity for people who travel overseas or who are looking to take jobs overseas, as a lot of overseas companies start to work a lot with India. Varun, can I also supplement your answer? Please, sir. We are offering two types of English language course. One is this business English course, which is primarily targeted at the people who are running their MSMEs, SMEs, etc. And we are also having another course which is called a CET, Communicative English Training Program. And I'll explain the difference of both these programs. Communicative English Training Program is offered to the professionals who would like to be trainers in English language. And as far as English is concerned in Kerala and generally in India,
there is huge potential for English trainers. So once people who are interested to become language experts or training experts in languages, they can definitely go for that course. As regarding the business English course, which is predominantly offered for the MSMEs and new business entrants, etc. It has got much importance, especially in this period where technology is leading all the industries. For example, we can file all the GST, all the tax, etc. online. They always need to communicate with the online requirements, etc. For all such things, these small shopkeepers small shopkeepers onwards, they need English language, at least some knowledge in English language. And we, from community skill park point of view, are faced with such a question from a lot of communities, trading communities. They were asking us to offer some basic programs that will give some inputs into the English language. They don't want to excel in language and to talk to anybody else like the more language expert do, but they want to understand, to transact their business, also to talk to convey their ideas to their vendors or suppliers and all. So business English course has got much importance, especially in your area where especially in Pathanamthitta, where we have a lot of expatriates are also concerned. So that is a very good course which has good potential, and continue offering there. Right, And that's there is absolutely. another question is also there, which is slightly out of your box. So even then you can understand with your you answer it with your vast experience. Can you give a brief about data science course that you mentioned and job opportunities in Kerala? Data science for someone who is not from computer science or IT background. I can supplement. Yeah, please. For example, data science and these new technologies will be having their impact in every field, in every major field, major sectors. These new technologies will having their impacts. For example, if you are talking about the healthcare sector, data science and this big data will be used from identifying the genes, from data sector onwards, genes to develop the lot of vaccines and all, for all the kind of a clinical engineering part, and for also in all the research part, etc. uh, for example, when if you are considering the healthcare sector alone. Likewise, in banking sector, data science is going to be used. In insurance sector, the same will be used. In e-vehicles, that is another emerging sector where it will be used. And for being an expert in data science, you don't have to be a computer professional. You should have a basic analytical skills to understand all these new technologies. It is a myth that people have to be IT specialists to understand and to pursue a career in these technologies. But one thing is sure, in Kerala also there will be huge opportunity in every sector uh, for who have expertise in the latest technologies. That is what my opinion. Varun, you can add. Yeah. Definitely, Mr. Minod, whatever you mentioned is absolutely correct. What I would like to add is that if you look at data science, that's a new course that we're going to offer. If you look at full stack developer, that's an existing course which we're giving, which is more for professionals and people who are already in the IT segment. So as Mr. Vinod mentioned that the data science, data analytics course will be for even those who are not with the IT background per se. And that's going to be a very, very important field because data analytics, collecting of information is very important nowadays in such an environment. For example, we have all heard of the Arogya Setu app from the government, where what is basically being done? We are collecting a lot of data on people's medical behavior, on their movement, etc. And so you need people who will crunch this data, who will analyze it, and then who will
based on analytics, they will be able to take actions on that data. So this is going to be a very important area. And perhaps it doesn't matter whether, what the opportunity would be in Kerala alone. When most of the people from Kerala can travel to the Middle East as far as there, so even if the opportunity is anywhere in India, one should not restrict themselves only to Kerala. I know it's easier to be in your state, but it'll be very easy to go into other places where the opportunities will be there. And if you have that skill, you will be the one who will be called rather than go there. So if you enhance your skill in that area, you should be rest assured that data analytics is going to be a very important aspect. Again, I should give you an example. During this lockdown period, if there is any one person or one department who our entire company strength of 550 people are relying on, it is our IT setup. We all are constantly in touch with the IT team, which includes some people from hardware, some people from software, some people with data analytics, who are helping us work from home, who are helping us do these webinars and all these other activities online. And so the demand for the IT hardware, IT infrastructure, IT professionals, anybody with the basic IT knowledge is going to be a lot. And so you should really look at enhancing your skills in that area. Thank you so much, Varun, for spending almost more than an hour with us. We will continue our effort to educate the job aspirants over there in Pathanamthitta district about the importance of getting skilled. And we expect your wholehearted support to make the community skill parks a success, and thereby leading a large number of youth from the district to their dream jobs. Thank you, sir. I did not get an opportunity at the beginning, but I must do that now. I really want to thank ASAP, the Education Department of Kerala, for giving us the opportunity in partnering with you and ensuring that the CSP concept moves ahead. I think it's even more important at this time, if not physically, but whether we do it through online courses, helping people during this downtime, first of all, to make best use of their time, and also to be able to enhance their own skills and be able to come out with a stronger option to get employed or employ others by becoming an entrepreneur. Yeah, we have already started offering the free courses, short-term courses through our website. Anybody who is over here in this webinar can log on to our website at www.skillparkkerala.in and get more information about the skills and the webinars. Thank you so much, Varun, once again, and for all the attendees. We will have regular sessions at the same period in the coming days, and our district team will inform you. We will have people from Pathanamthitta district and other places who can give you more input about more job sectors. Thank you, one and all. Again, Varun, thank you so much. Thank you, sir. And for everyone, be safe and stay healthy. Thank you.